കോമഡിയും മിമിക്സും പിന്നെ ഞാനോ. നമസ്കാരം, മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കറിലേക്ക് സ്വാഗതം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് പണിക്കർ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് പണിക്കർ. ഈ കള്ളുകൂടിയന്മാരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ. അയ്യോ കറക്റ്റ്. ഇപ്പൊ ഉണ്ടല്ലോ ഒരു കള്ളുകുടിയൻ നമ്മുടെ പണിക്കരേട്ടന്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാക്കി. എന്താ പ്രശ്നം പറ? അത് നമുക്ക് കാണാലോ. എടി നീ പറ, എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞത് ശരിയാവില്ല, നമുക്ക് കാണാം. എടി പറയാൻ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? അങ്ങോട്ട് നോക്കിപ്പോ കാണാം. എടി എന്താ പ്രശ്നം എന്ന് പറയാൻ? ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഓവർ ടു പണിക്കരേട്ടൻ. ഏതായാലും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കരുടെ പ്രശ്നങ്ങളിലേക്ക് പോവാം. എന്താടാ ഇതിപ്പോ? ഞാനാണ് പൂസ്, ചേച്ചിയാണ് പൂസ്. അതെന്താ ടി വി തലകുത്തി വെച്ചേക്കുന്നത്? വെച്ചെന്നാണല്ലോ. അത് ടി വി തലകുത്തി വെച്ചിരിക്കുന്നൊന്നുമല്ല, അത് ടി വിക്കകത്ത് യോഗയുടെ പരിപാടിയാ. അവര് തലകുത്തി വെക്കുക. എന്നാ യോഗയാന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തലകുത്തി നിൽക്കണമെങ്കിൽ ഒരു യോഗം തന്നെ വേണം. എന്റെ ഫോട്ടോ നീ ഇങ്ങോട്ട് പോവാ? പണിക്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട് വെള്ളയടിച്ച് അകത്ത് കിടക്കണം. കിടക്കണമെന്നല്ല, വയറ്റിനകത്ത് കിടക്കണമെന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നേ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മദ്യം മാത്രം ഉപയോഗിക്കരുതെന്ന്. ആര് പറഞ്ഞു മദ്യം മാത്രം ഉപയോഗിക്കുന്നു? കോള ഉപയോഗിക്കാറുണ്ട്, സോഡ ഉപയോഗിക്കാറുണ്ട്, ടച്ചിങ്സ് ഉപയോഗിക്കാറുണ്ട്, മുട്ട ആംപ്ലേറ്റ് ഒക്കെ അടിക്കാറുണ്ട്. ഓ, ഇവനെ കൊണ്ട് തോറ്റു മനുഷ്യൻ. മറ്റേന്തി ആര് അകത്തുണ്ട്. എന്നെടുക്കോ? കുക്കിങ്ങില്ല, സ്ഥിരം പണി. ഇതാര്? ചന്ദ്രനാ? എന്തൊക്കെയുണ്ട്? എനിക്ക് പണിക്കരേട്ടനോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. കമലു, നീ അകത്ത് പോ. അല്ല, നമുക്ക് പുറത്തു പോവാം. അവളോട് നിൽക്കട്ടെ. വേണ്ട വേണ്ട, ആരും എങ്ങോട്ട് പോകുന്നില്ല. എന്റെ മുമ്പിൽ വെച്ച് പറയാവുന്ന കാര്യമാണെങ്കിൽ സംസാരിച്ചാ മതി. ശരി മാഡം. പണിക്കരേട്ടന്റെ സ്വന്തത്തിൽപ്പെട്ട പെങ്കൊച്ചല്ലേ മാഡം രമ്യ? അതെ, ശിവാനന്ദന്റെ മോള് രമ്യ. ഈ രമ്യ ഞാൻ തമ്മിൽ ഇപ്പൊ സ്നേഹത്തിലാണ്. ഞാനൊരു കള്ളൂടിനാകാൻ പണിക്കരേട്ടനെ സമ്മതിക്കൂല. അത് മുടക്കൂന്ന് എനിക്കറിയാം. അത് മുടക്കല്ലേന്ന് പറയാനായിട്ടാ ഞാനിപ്പോ വന്നേ. ഞാൻ മുടക്കും. അവര് ഡീസന്റ് ഫാമിലിയാ. ഉള്ള കള്ളുകൂടിയൊന്നും അവര് കെട്ടിച്ചു കൊടുക്കുകയില്ല. ഞങ്ങളെ തമ്മിൽ പിരിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. ഞാൻ പ്രാഗം കേട്ടോ. പിരിയിച്ചില്ലെങ്കിലേ അവളുടെ അച്ഛൻ വന്ന് എന്നോട് ചോദിക്കും. അതൊക്കെ ഇരിക്കട്ടെ. ഈ രമ്യ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അവക്കെന്നെ കണ്ണെടുത്താ കാണാൻ പാടില്ലെന്ന്. എന്നെ കണ്ട കല്ലുവർക്കെറിയോ? അവസരം കിട്ടിയ ചെരുപ്പൂരി അടിക്കൂന്ന് പറയുന്നു. പിന്നെ 4 കൂടിയ മൂലയിൽ ആരെയും കണ്ടില്ലേ നല്ല പുളിച്ച തെറിയും പറയും. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നേ? പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും കാലം ഒന്നിച്ച് ജീവിക്കാൻ, പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനോ? അതല്ല, അതെ, നീ ഇന്നലെ കടം വാങ്ങിച്ച 500 രൂപയും തന്നെ, അല്ലെങ്കിൽ നീ അതും കൂടെ കള്ളുകൂടി ചേർക്കും. ചേച്ചിയുടെ കയ്യിലുണ്ടോ 500 രൂപ കടയെടുക്കാൻ? 500 രൂപ തന്നായിട്ട് അങ്ങ് സങ്കല്പിച്ചോ? സങ്കല്പിക്കാനാ? അങ്ങനെ സങ്കല്പിക്കാനൊന്നും പറ്റിയല്ല. പഠിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭൂമിക്ക് അച്ഛതുകൊണ്ടുണ്ടോ? ഉണ്ട്. എവിടെയാ? അങ്ങനെ സങ്കല്പം. സങ്കല്പം. ഇത്രയും വലിയ ഭൂമിക്ക് ഇത്രയും വലിയ അച്ഛതുകൊണ്ടുണ്ടെന്ന് സങ്കല്പിക്കാമെങ്കിൽ ഇത്രയും ചെറിയ തുക അങ്ങ് തന്നായിട്ട് സങ്കല്പിച്ചാ എന്നാ കുഴപ്പം? എടാ, നിന്നെയൊക്കെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത നിന്റെയൊക്കെ കുഴപ്പം. ചന്ദ്ര, നീ എവിടെ പോയി? ചേച്ചി എവിടെയാ? അവര് പിടിച്ചോണ്ട് പോയി. പെണ്ണുമ്പിള്ളേനെ വീണെങ്കിൽ വേഗം പോലീസിനെ വിളിച്ചു കേട്ടോ. പോലീസിനെ വിളിക്കാല്ലേ? അയ്യോ, പോലീസ്. ഹലോ. അയ്യോ, ഡയലും ചെയ്യാൻ മറന്നുപോയി. പോലീസ് സ്റ്റേഷൻ. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയാ പണിക്കരേട്ടാ. കമലേച്ചൻ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നേക്ക് 1 ദിവസമായി. വല്ല തുമ്പും കിട്ടിയാ? ഒരു തുമ്പും കിട്ടിയില്ലടാ. അവളിപ്പോ എവിടെയാണാവോ ആവോ. പാവം. എല്ലാ ദിവസവും രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കണ ഞാനാ. പാവം. ഇനി ഞാൻ ആർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും? ഞാൻ അടുക്കളയിൽ കയറിയ ഭക്ഷണം മുമ്പിൽ എത്തണ വരെ അവൾ എനിക്ക് സ്വൈര്യം തരത്തില്ല.
ഭക്ഷണത്തിൽ ഉപ്പോ മുളകോ ഒന്ന് കൂടി കഴിഞ്ഞാ എന്നെ കുനിച്ച് നിർത്തിയ അവളടിക്കണത്. അവക്ക് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പൈസ കൊടുത്തില്ലെങ്കിൽ അവളെന്നെ കുനിച്ച് നിർത്തിയ അടിക്കുന്നത്. എന്നെ ഇനി തല്ലാനായിട്ട് ആരുണ്ടടാ? അർത്ഥയ്ക്ക് ഉപ്പ് തേക്കത്തെ ചേച്ചിയായിരുന്നല്ലോ, ഉപ്പ് എവിടെയാണോ? നമ്മളിങ്ങനെ കരഞ്ഞു നുള്ളൊളിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അവര് വിളിച്ചിട്ട് പൈസ ഒന്നും ചോദിച്ചില്ലേ പണിക്കരേട്ടാ? ഇല്ലാന്ന്. കമലുവിനെ പിടിച്ചോണ്ട് വരുവരെ പിന്നെ വിളിച്ചിട്ടേ ഇല്ലാന്ന്. സാധാരണ പൈസക്ക് വേണ്ടിയാണ് ഈ തട്ടിക്കൊണ്ടു പോണത്. പൈസക്ക് വേണ്ടിട്ടാ. പൈസ ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്നിട്ട് കൊടുക്കാനാ? പണിക്കരേട്ടാ, നമുക്ക് ആവശ്യം മനുഷ്യന്മാരെ ജീവനാണ്, പൈസയല്ല. അതെങ്ങനെയെങ്കിലും കൊടുക്കാന്നേ. ഈ വീട് സ്ഥലം വിറ്റിട്ട് നമുക്ക് പൈസ കൊടുക്കാം. നമുക്ക് കമലേച്ചിന് തിരിച്ചിട്ടിയാ മതി. അതൊക്കെ ശരിയാ, അതിന് ഞാൻ തയ്യാറാണ്. അവരായിരിക്കോ? അവര് തന്നെ ആയിരിക്കും. പണിക്കരേട്ട ധൈര്യമായിട്ട് പൈസ തരാന്ന് പറഞ്ഞേക്ക്. എത്ര ലക്ഷമാണെങ്കിലും സമ്മതിച്ചേക്കാം. സമ്മതിച്ചോ? ഞാനുണ്ട്, പേടിക്കണ്ട. അയ്യോ. ഹലോ, ഞാനാ, പണിക്കരേട്ടനാ. അവരെന്നെയാ കള്ളന്മാരാ. ഹലോ, എന്ത്? ആണോ? അല്ല, അവര് വിളിച്ചിട്ട് പൈസ വെച്ചില്ല പണിക്കരേട്ടാ. അവര് പറയണേ പൈസ ഒന്നും വേണ്ട, പണിക്കരേട്ടൻ എങ്ങനെയെന്നും അവളെന്ന് വിളിച്ചോണ്ട് പോയിട്ട് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ.